അയ്യോ കാക്ക തൂറി. ഷേ ഇത് എപ്പോഴും എനിക്കിട്ടേ പണി തരണം ആവശ്യമില്ല, ചുമ്മാ ഫോണിലുമായി. ഇത് പറ്റില്ല കാര്യം കേട്ടോ, കൺട്രോൾ പോയി നിൽക്കുകയാണ്, കട്ടക്കലി നിൽക്കുകയാണ്. ഫോണിലൊക്കെ ആയിരിക്കണം നോക്ക്. ഇനി എങ്ങനെ ജോലിക്ക് പോകും? കാക്ക തൂറി കണ്ടോ. ഫോണിൽ പ്രശ്നം ഉണ്ടാവും, വെള്ളം വീഴ്ത്തിയല്ലോ. ഇടയ്ക്കിടയ്ക്ക് പണി തരും, ഇന്ന് നല്ല പണിയാണ് ആശായിട്ട്. അപ്പോൾ ഓക്കെ പോകുന്ന ഇൻട്രോയ്ക്ക് സമയമൊന്നുമില്ല, സമയക്കൊണ്ടിരിക്കുകയാണ്. മണി 6:30 മണി ഓറടിക്കുള്ളതാണ്. അതെ ഇപ്പോൾ വണ്ടി ഇവിടെ ഇരിപ്പുണ്ട്, പൊളപ്പൻ ലുക്കില്ല, ഒരു രക്ഷയില്ല, വേറെ ലെവൽ. അപ്പോൾ ബാഗിന് കളർ പോയിട്ട് റെഡ് ആയിരുന്നു, ഇപ്പോൾ പിങ്ക് ആയി. ഇനി അടുത്ത വർഷം വൈറ്റ് കളറാവും. ഇപ്പോൾ പേഴ്സ്, ഫോണ്, ഹെഡ്ഫോണ്, റെയിൻകോട്ട്, കുടിക്കാനുള്ള എല്ലാം ബാഗിലുണ്ട്. ഇപ്പോൾ പോകുന്ന സമയം എന്ത് വിലപ്പെട്ടെന്ന് അറിയാമോ? ഓരോ നിമിഷവും ഓരോ ലക്ഷങ്ങളാണ്. ചുമ്മാ തള്ളി വിടാം അല്ലേ, ഇതൊക്കെ ഇരിക്കട്ടെ, രസമായിരിക്കും കേൾക്കാൻ. മണി ഇപ്പോൾ കറക്റ്റ് 6:30 മണി ആയിട്ടുണ്ട്. അപ്പോൾ ഓക്കെ പോട്ടാ. ബസ് മോട്ടില്ല ഇട്ട് തരാം. തിറൈ തീ പിടിക്കും പിടിക്കും ഓർത്ത വന്ന പൊടിനട്ടങ്കും. പെട്ടെന്ന് ആവട്ടെ, സമയം കൊണ്ടേക്കണം, ജോലിക്ക് പോകണം. ബസ് മോട്ടാ ബസ് മോട്ടാ. ഷേ എന്തോന്ന് കാണിക്കണം എവിടാ? ക്യാമറ ഓൺ ആക്കിയാ? ഓക്കെ താങ്ക് യു. പോട്ടാ അതെ പറ. ശരി പോട്ട് പോണത്. ഓക്കെ റേട്ടാ സമയം. ശരി ഓക്കെ പോട്ടാ. ഞാൻ ഐശ്വര്യമായിട്ട് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങി. ഓക്കെ അപ്പോൾ എപ്പോഴും പറയുമ്പോൾ തന്നെ പേഴ്സ്, ഫോണ്, ഹെഡ്ഫോൺ, റെയിൻകോട്ട്, കുടിക്കാനുള്ള വെള്ളം എല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട്, ഒരു വിഷയമില്ല. അപ്പോൾ നമ്മൾ നേരെ പോകുന്നത് നിങ്ങളെ പറ, എല്ലാം അറിയാലോ കാര്യങ്ങളൊക്കെ. പൂജപ്പുര മെയിൻ റോഡ്, അവിടെ പോയി ഫസ്റ്റ് ഓർഡർ അടിച്ച് എങ്ങോട്ടെങ്കിലും പോകുമ്പോൾ കമോൺ ഗോയ്സ് കട്ടൊക്കെ നിൽക്കണം. അപ്പോൾ ജീവിതത്തിൽ എന്ത് കഷ്ടം വന്നാലും നഷ്ടം വന്നാലും ഓരോ നിമിഷം ലൈഫ് അടിച്ച് പൊളിക്കണം, കാരണം ഒരൊറ്റ ലൈഫേ ഉള്ളൂ. ഒരു മിനിറ്റ് വണ്ടി വിളിച്ചോട്ടെ. അപ്പോൾ ലൈഫ് അടിച്ച് പൊളിക്കണം ഗായ്സ്, കമോൺ ഗായ്സ് കട്ടൊക്കെ നിൽക്കണം. വാ ഇനി വിജയം കേട്ടോ. അപ്പോൾ ലൈഫ് അടിച്ച് പൊളിക്കണം ഗായ്സ്, കമോൺ ഗായ്സ് കട്ടൊക്കെ നിൽക്കണം. പറ നമ്മളങ്ങനെ പൂജപ്പുര വന്ന് 10-15 മിനിറ്റായി, ഓർഡർ അടിക്കണില്ല. നേരെ അങ്ങോട്ട് പോകാം. എപ്പോഴും പോലെ തന്നെ ജഗതി വഴുതക്കാട്. ഇത് പ്രത്യേകം പറയേണ്ട ആവശ്യമുണ്ടോ സുലീഷേ? നല്ല കോമഡി. ശരി മണി ഇപ്പോൾ കറക്റ്റ് 6:45 ഇന്നത്തെ ഡേറ്റ് എന്ന് പറഞ്ഞാൽ 25 ജൂലൈ 2024. ഈ ഫ്രണ്ടിൽ പോണ കാർ എന്ത് കാറത്? അയ്യോ കാക്ക തൂറി. ഷേ അയ്യോ ഇത് എപ്പോഴും എനിക്കിട്ടേ പണി തരണം ആവശ്യമില്ല, ചുമ്മാ ഫോണിലുമായി. കാക്കയുടെ ശല്യം സഹിക്കാൻ പറ്റില്ല, ദൈവമേ. ഒരു കഴിവണല്ലോ, രാത്ത കായ. ഇത് പറ്റില്ല കായ നോട്ടാ, കാക്കയുടെ കാര്യം കൊണ്ട് തോറ്റ് ഞാൻ. നാശ തൂറി വെച്ചോളാം. കാക്ക തൂറിയിട്ട് 6 മാസമായി തോന്നും. മൊത്തം ലോഡ് ഇറക്കിയാണ്. എനിക്കിന്നേ വരും കാക്കകളൊക്കെ. ഈ റൂട്ടിന് വരാനേ പാടില്ല, ജഗതി റൂട്ട് തീന്നല്ലോ. കറങ്ങി പോലും കുഴപ്പമില്ല, 10 കിലോമീറ്റർ. ഈ റൂട്ട് വരുമല്ലോ, നിർത്തി തീന്ന്. ഇങ്ങനെ വരന്നറിയാം. ഒന്നാമത് ബോർഡറില്ലാതെ കലിയെടുത്ത് നിൽക്കുക, ഇടയ്ക്ക് കാക്കകൾ കാണിക്കുന്ന കാര്യം. എത്ര ഓട്ടം, ഇതോടെ 10ാമത്തെ പ്രാവശ്യമായി. ഞാൻ വരുമ്പോഴൊക്കെ ലൈറ്റായിട്ട് ദേഹത്ത് വീണ്, ഇന്ന് നിറച്ച് വീണ്, ഷവർ പോലെ വീണിരിക്കുന്നത്. സത്യം പറയല്ലോ, ഇനി ടെമ്പർ വിട്ടിരിക്കുകയാണ്, കൺട്രോൾ പോയി നിൽക്കുകയാണ്, കട്ടക്കലി നിൽക്കുകയാണ്. ഫോണിലൊക്കെ ആയിരിക്കണം നോക്ക്. ഇനി എങ്ങനെ ജോലിക്ക് പോകും? ആൾക്കാരെല്ലാം നോക്കിയാണ് എന്നെ. ദേഹത്ത് ഒരുമാതിരി കാക്ക തൂറിക്കല്ലേ. ഒരു കാക്കയാണ് തൂറി, 10 കാക്കയെ തൂറി, എത്ര കിടക്കണ്. ക്യാമറയിലായ നോക്കട്ട്, ക്യാമറയിലായില്ല. വല്ലാത്ത തൂറൊക്കെ തന്നെ തൂറ കാക്ക തൂറി കണ്ടോ. ഇന്നത്തെ കണ്ടനായല്ലോ കാക്ക തൂറി. ഇന്ന് തമിഴ്നയിൽ ഇവിടെ ഓട്ടം കെട്ടിയാ തന്നെ. ഫോണിലൊക്കെ ഫോണിൽ പ്രശ്നമുണ്ടാവും, വെള്ളം വീഴ്ത്തിയല്ലോ. ഇടയ്ക്കിടയ്ക്ക് പണി തരും, ഇന്ന് നല്ല പണിയാണ് ആശായിട്ട്. ഓക്കെ പോട്ടെ, നിൽക്കണ്ട സമയം ടാറ്റാ. നിൽക്കണ പറ, കയ്യിൽ വെള്ളം ഉണ്ടാ പറ കുപ്പിയിൽ തന്നെ. തെങ്ങനെ കഴിവ് ആലോചിച്ചോണ്ടിരിക്കുന്നേ എല്ലായിടത്തും അല്ലേ. ഇത് ഒരു കാക്കാൻ തോന്നല്ലോ, 10 കാക്ക തൂറി കാണും ഒന്നിച്ച്. ഷവർ വെള്ളം വീഴില്ലേ, അതുപോലെ വേണത് ദേഹത്ത്. ജഗതിയിൽ അത് സ്ഥിരം ഉള്ളതിന് അവിടെ സാറ്. ഞാൻ അതുവഴി നിൽക്കിപ്പോൾ നോക്കി വരുള്ളൂ, സൈഡിൽ കൂടെ ഒതുങ്ങി വരുള്ളൂ. ഞാൻ ഓർത്തില്ല അന്ന്. ഞാൻ പാട്ട് വലിയ കാര്യം നിന്നപ്പോണ്ട് മോളിൽ നിന്ന് മഴ പെയ്യുമ്പോൾ. ഹെൽമെറ്റ് പോയാ? അയ്യോ എല്ലായിടത്തും അല്ലേ. കഴിഞ്ഞ ആഴ്ച പട്ടിയായിരുന്നു. പട്ടി കുഴപ്പമില്ല കേട്ടാ, ഓട്ടിക്കേ ചെയ്യുള്ളൂ, ഒന്നും ചെയ്യില്ല. കാക്കയാണ് ഭയങ്കര മോശം. നമ്മളെങ്ങനെ ഇത് പോകും, ജോലിക്ക് പോകും? ശബരിമലയ്ക്ക് നമ്മൾ വണ്ടി ചന്ദനം പൂശൂലേ, അതുപോലെ ആയിപ്പോയി അല്ലേ. പേപ്പർ എന്തെങ്കിലുണ്ടാ? ടച്ചൊക്കെ വർക്ക് ചെയ്യുമോ? കുഴപ്പമൊന്നുമില്ലല്ലോ. എന്തോന്ന് ചെയ്യാൻ, ഒരു കുപ്പി വെള്ളം തികയില്ല, ഒരു ടാങ്ക് വെള്ളം വേണ്ടി വരും മിക്കാറ്. മെയിനായിട്ട് ഫോണാണ് നോക്കേണ്ടത്. ഓക്കെ താങ്ക്സ്.
ഓക്കെ, ഇത് നമ്മളെ കൂട്ടുകാരനാണ്, നമ്മൾ സൊമാറ്റോ വർക്ക് ചെയ്യുന്ന. നിങ്ങൾ പേര് മറന്നുപോയല്ലോ, പറയാമോ? ബ്രോയുടെ പേര് ഞാൻ മറന്നുപോയല്ലോ. അഭിജിത്ത് അല്ലേ? ഓക്കെ ഓക്കെ. ഇന്ന് അഭിജിത്താണ് ഇന്ന് ഹീറോ. കാക്കയുടെ കാര്യം കൊണ്ട് തോറ്റ്. സൂക്ഷിച്ച് പോകട്ടെ ജ്യോതി ഭാഗത്തെ. ഞാൻ എപ്പോഴും പറയില്ല അടുത്ത് സൂക്ഷിച്ച് പോകണം. എനിക്കിനെ പണി കിട്ടി വാശായിട്ട്. അതാരാ? ആരാണത് തന്നെ? വാ വാ വാ, ഒരു കൈ ഹെൽപ്പ് ചെയ്യും. പേപ്പർ ഉണ്ടോ കയ്യിൽ? പേപ്പർ നേരിട്ട് കാണണം. നമ്മളിവിടെ തന്നെ ഉണ്ട് ദിവസവും. നമ്മൾ ഈ വ്ളോഗ് ചെയ്യണ ദിവസം അതേ തന്നെ, വേറെ ഒരു മാറ്റമില്ല. നമ്മൾ വീഡിയോ കാണുന്ന ആളെ നേരിട്ടും ഒരു വ്യത്യാസമില്ല. ചെറിയൊരു പ്രശ്നമായിപ്പോയി. കാക്ക കംപ്ലീറ്റ് പണി തന്നു വാശായിട്ട്. അത് കംപ്ലീറ്റ് കഴിവുകൊണ്ടിരിക്കുന്നത്. അത് നമ്മളെ കൂട്ടുകാർ തന്നെ, നിങ്ങളെപ്പോലെ ആളെ അവരൊക്കെ. അതേനാ വണ്ടി പൊളി വണ്ടി. അത് ഹീറോ ഹോണ്ടയാ? കളർ സൂപ്പറായിണല്ലോ, നല്ല സ്കൈ ബ്ലൂ. ഇത് കളർ ഒറിജിനലാണോ? താങ്ക് യു. ഓക്കെ, വളരെ ഉപകാരം വന്നത് കേട്ടാ. എന്തായാലും ഇന്നത്തെ കണ്ടന്റിൽ അവരൊക്കെ കൊണ്ട് നമ്മളെ കൂടെ ഹെൽപ്പ് ചെയ്യാനായിട്ട്. പേരെന്താണ് നിങ്ങളാ? വിപിൻ. താങ്ക് യു. വേണ്ട കൈ എത്ര കുഴപ്പമില്ല. അതാണ് നമ്മളെ കൂട്ടുകാർ വേണ്ട. ഇപ്പോൾ ദേഹത്ത് തുടങ്ങണമല്ലോ. തുടച്ച് ബ്രോ ബുദ്ധിമുട്ടില്ലല്ലോ അല്ലേ? ബുദ്ധിമുട്ടില്ലല്ലോ? ഓക്കെ ബ്രോ, താങ്ക്സ് ബ്രോ, ഒരുപാട് സന്തോഷം. എന്താ ഒരു കാക്ക തൂറിയപ്പോഴും 10 ഹെൽപ്പ് ചെയ്യുന്നുണ്ടാ. അപ്പോൾ നമുക്ക് ഒരു ആപത്ത് വന്നു കഴിഞ്ഞാൽ നിൽക്കും 100 പേരല്ലേ? ആരെയും ചോദിച്ചാൽ പറഞ്ഞാൽ മതി. ശബരിമലയിൽ പോകണമെന്നുണ്ടാ ഇല്ലേ? ഞാൻ അടുത്ത് മണപ്പ് ചോദിക്കാൻ തീരുന്നു. നോക്കണ്ട, ബോധം കെട്ട് വീഴും. ഇന്നത്തെ കുടിക്കാനുള്ള വെള്ളമാണ് കാക്കയ്ക്ക് വേണ്ടി ചിലവാക്കുന്നത്. കുടിവെള്ളം അമൂല്യമാണ്, പാഴാക്കരുതെന്ന് പറയും. പക്ഷെ ഇതുപോലെ കാര്യത്തിന് പാഴാക്കിയാൽ പറ്റും, എന്ത് ചെയ്യാൻ പറ്റും അല്ലേ? അയ്യോ, അടിപൊളി. ഫേസ് കാണില്ലേ ക്യാമറ ഇല്ലേ? അപ്പോൾ ഇതാണ് നമ്മളെ വിപിൻ. കൈ കൊടുത്തു. താങ്ക് യു. കയ്യിലാ കുഴപ്പമില്ല. സത്യം പറഞ്ഞാൽ നിങ്ങളൊക്കെ ഉള്ളൂ സപ്പോർട്ട് ചെയ്യാനായിട്ട് എല്ലാ കാര്യത്തിലും. അതൊന്ന് പിടിക്കാതെ കഴിക്കോട്ടെ. ഒരു യൂട്യൂബ് തുടങ്ങിയ സാധാ യൂട്യൂബ്, പക്ഷേ എനിക്കൊരു സബ്സ്ക്രൈബ് കയറണം. അതെ കയറി. ഞാനൊക്കെ തുടങ്ങിയപ്പോൾ ആര് കയറി? എനിക്കൊക്കെ ഞാൻ ചെയ്ത് എൻ്റെ പാട്ടിന് ഇഷ്ടപ്പെട്ട് ചെയ്യണം. ക്ഷമ വേണം, വിശ്വാസം മാത്രം തന്നെ. എല്ലാം ഉണ്ട്, നമുക്ക് മാത്രം വരും തുറന്ന് ചെയ്യുക. ഇതല്ല അല്ലാതെ ഓക്കെ, കൈ വേണം, കയ്യിലാവാൻ നോക്കണേ. എല്ലാവരും ചെയ്യുമ്പോൾ ആദ്യമൊക്കെ കുറേ അബദ്ധങ്ങളൊക്കെ ഉണ്ടാവും. കുറേ തെറ്റ് പറ്റും, സ്വാഭാവികം. അത്ര തന്നെ, അങ്ങനെ പോയാൽ മതി. അതല്ല നമ്മൾ ആദ്യമേ കയറി ഫെയിലിയർ ആയെന്ന് പറഞ്ഞ് വിഷമിക്കാൻ പാടില്ല. വണ്ടി വൃത്തി കഴിവിട്ടുണ്ട്, നല്ല കഴിവെന്ന് പറയാൻ പറ്റില്ല, ഒരുവിധം കഴിവിട്ടുണ്ട്. രാത്രിയാണ്ട് അറിയാൻ പറ്റില്ല. ശരി, കുഴപ്പമില്ല. അപ്പോൾ എന്നെ ഹെൽപ്പ് ചെയ്ത ആൾക്കാർ വിപിന് പിന്നെ അഭിജിത്താണ്. അപ്പോൾ താങ്ക് യു. അടുത്ത് വാ, കെട്ടിപ്പിടിക്കാം വാ. ചുമ്മാ പറഞ്ഞ് ലൈഫ് അടിച്ച് പൊളിക്കണം. എന്ത് കഷ്ടം വന്നാലും കാക്ക തോറിയാൽ ലൈഫ് അടിച്ച് പൊളിക്കണം അല്ലേ? അപ്പോൾ അടുത്ത ഓർഡർ അടിച്ചിട്ടുണ്ട്. ഫസ്റ്റ് ഓർഡർ അടിച്ചിട്ട് ബാർബിക്യൂ സ്പേസ് റെസ്റ്റോറൻ്റ് ആണ്. അപ്പോൾ നമ്മൾ നേരെ അങ്ങോട്ട് പോവുകയാണ്. ഞാനും ഈ പുള്ളിയോടെ ഓർഡർ അടിച്ചുള്ളത്. പോന്നാ കമോൺ ഗൈസ്, കട്ടൊക്കെ നിൽക്കണം അല്ലേ? ഇത് എവിടെ കയറി ഇരിക്കാം? ഇപ്പോൾ സ്മെല്ല് സഹിക്കാൻ പറ്റില്ല. എൻ്റെ അമ്മോ, ഇനി മുതൽ എൻ്റെ ശത്രു കാക്കയാണ്. കാക്കയെ തോപ്പിക്കാൻ ഞാൻ ജീവിക്കാൻ പോവുകയാണ്. ഇനി നാ പോറ പാത സിംഗപ്പാത. എല്ലാം കൊണ്ട് ഭയങ്കര വിഷമത്തിലായിരുന്നു. പക്ഷേ ഇപ്പോൾ ഞാൻ ഹാപ്പിയാണ്. കാരണം എന്നെ ഹെൽപ്പ് ചെയ്യാൻ 2 പേരും ആ സമയത്ത് കണ്ടാ. അതാണ് സ്നേഹം. നമ്മളെ പയ്യന്മാർ കട്ടൊക്കെ നിൽക്കും. KLTN ബോയ്സ്, LFG ബോയ്സ് അല്ലേ? ഫീൽഡ് വർക്ക് ചെയ്യാൻ എല്ലാവർക്കും ഇതുപോലെ സംഭവങ്ങളൊക്കെ സാധാരണമാണ്. പക്ഷേ ഭയങ്കര വിഷമുള്ള കാര്യങ്ങളാണ്. എൻ്റെ ഫോണിലാണ് ഏറ്റവും വിഷമമായപ്പോൾ എനിക്ക്. അങ്ങനെ ബാർബിക്യൂ സ്പേസ് എത്തിയിട്ടുണ്ട്. വണ്ടി എവിടെ കൊണ്ട് ഒതുക്കാം? അപ്പുറത്ത് ഒതുക്കാം. ഇവിടെ ഒതുക്കി ഞാൻ സെക്യൂരിറ്റി വരും. റോഡ് എന്തെങ്കിലും പറയും. ഓക്കെ, ഇവിടെ ഒതുക്കിയ മാത്രമേ റീച്ച് ലൊക്കേഷൻ റെഡിയായാ? റെഡിയായി വാ. ഇതാ പറഞ്ഞു 9600. ഓക്കെ, ഫസ്റ്റ് ഓർഡർ ഐശ്വര്യമായിട്ട് കൈപ്പറ്റിയിട്ടുണ്ട്. ഓക്കെ, ഓർഡർ പിക്ക് ചെയ്ത്. ലുക്ക് ഓക്കെ, കുഴപ്പമൊന്നുമില്ലോ? അശൂട്ടി അവിടെ ഉണ്ട്. പഠിത്തം ഭയങ്കര ഉഴപ്പ് ഭയങ്കര. കഴിഞ്ഞ വർഷം പഠിച്ചു, ഇപ്രാവശ്യം ഭയങ്കര ഉഴപ്പ്. കളി കൂടിപ്പോയി. വീട്ടിലാരൊക്കെ ഉണ്ട് ബ്രോടെ? ഓക്കെ ശരി. വല്ലാട് അന്വേഷിച്ച് പറയാം കേട്ടല്ലോ. വല്ലാടത്ത് വീഡിയോ ആണെന്ന് പറ. ഇന്നത്തെ വ്ളോഗിൽ നിങ്ങൾ വരും. സൂക്ഷിച്ച് പോകണം. ഇതുപോലെ കാക്കളെ തൂറും ഒന്നും ചെയ്യാൻ പറ്റില്ല. ഓക്കെ, ഇതാണ് നമ്മൾ കൂട്ടുകാരൻ്റെ ബൈക്ക് കാണിച്ചേക്കാം. നമ്മൾ വിപിൻ്റെ ബൈക്കാണ് കേട്ടോ. സൂപ്പർ ലുക്ക് അല്ലേ? ഹീറോ ഹോണ്ട CD100 ആണ്. ഇതിൻ്റെ പെയിൻറ്റ് കണ്ടാ, എനിക്ക് ഇഷ്ടപ്പെട്ട പെയിൻ്റാണ്. എൻ്റെ നല്ല വണ്ടിയാണ്. ഇതൊക്കെ കൊടുത്തില്ല ആർക്ക്. ഇതൊക്കെ പണി നല്ല പോലെ മെയിൻറ്റെയിൻ ചെയ്യണം കേട്ടല്ലോ. ഓക്കെ, പോട്ടാപ്പം. കാക്കേ കൂടെ. അപ്പോൾ നമ്മൾ പോകേണ്ട ലൊക്കേഷൻ എവിടെയാണെന്ന് ചോദിച്ചാൽ ജഗതിയാണ് പിന്നെ പോകേണ്ടത്. അതേ കാക്ക തൂറിയ സ്ഥലം. തിരിച്ചു പോകാൻ പണി കേട്ടോ എന്തോ. എൻ്റെ വെള്ളവും ഇല്ല, പേപ്പറും ഇല്ല തുടയ്ക്കാനായിട്ട്. ശരി, പോവാം. വിധി ഉണ്ടെങ്കിൽ നടക്കും. ഇത്ര തന്നെ, വേറെ ഒന്നും പറയാനില്ല. കൊണ്ടുപോകുന്ന ഐറ്റം എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നോക്കാൻ വിട്ടുപോയി ഈ തിരക്കിൻ്റെ ഇടയിൽ. ഓക്കെ, ഇവിടെ നിന്ന് ലെഫ്റ്റിലാണ് പോകേണ്ടത്. ജഗതിയിൽ നിന്ന് ലെഫ്റ്റിലോട്ട്. അത് സുദർശൻ നഗറാ. ഓക്കെ, എന്ത് ഇരുട്ട് ഏരിയ. ലൈറ്റൊന്നുമില്ല ഇവിടെ നിന്ന്. റോഡ് മോശം. എന്തൊരു കുണ്ടും കുഴി. റോഡൊക്കെ ശരിയാക്കി വേണം അങ്ങോട്ടൊക്കെ. വണ്ടികളൊക്കെ പോകണ്ട അങ്ങോട്ടും. ഓട്ട് ചോദിക്കാൻ മാത്രം വരും എല്ലാവരും. ഇവിടെ നിന്ന് റൈറ്റിലോട്ടാ. ഇത് മറ്റാ ചേട്ടാ അല്ലേ? ഇത് ആരെന്ന് പറയുമ്പോൾ ഇത് വീഡിയോ കണ്ടാ ഇവിടെ പേര് പറഞ്ഞതില്ല. ഉമ്മൻചാണ്ടി സാറിൻ്റെ മോൻ. അപ്പോൾ ഇന്നത്തെ വ്ളോഗിൽ നമ്മൾ കഴിഞ്ഞ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി സാറിൻ്റെ മോൻ്റെ വീഡിയോ ഉണ്ട്. സൂപ്പർ. ഓക്കെ,
ഇവിടെ അല്ലേ? ഓക്കെ, താങ്ക് യു. ഓക്കെ, ഓർഡർ ഡെലിവേർഡ്. ഇപ്പോൾ കിട്ടിയ ഓർഡർ പേയ്മെൻറ്റ് 37.41 പൈസയാണ്. വേറെ വിഷയമൊന്നുമില്ല. അടുത്ത ഓർഡർ അടിച്ചുകൊണ്ട് ബാർബിക്യൂ സ്പേസിലാണ്, സെയിം റെസ്റ്റോറൻറ്റ്. അക്സെപ്റ്റ് ഓർഡർ, ചെറിയ ഓർഡറില്ല, 33 രൂപ. തീ പിടിക്കും വെടി വെടിക്കും ഓർത്ത വന്ന പൊടിനടങ്ക പാട്ടൊക്കെ പാടിപ്പോ സുധീഷ. ഹാപ്പി ആയിട്ട് കാക്കയിൽ തോറിയത് അല്ലേ? ഓക്കെ, റീച്ച് ലൊക്കേഷൻ റെഡി ആയിട്ടില്ല, 7 മിനിറ്റ് വെയിറ്റ് ചെയ്യേണ്ടി വരും. ഓക്കെ, ഫുഡ് റെഡിയാ, ബാ പോയെടുക്കാം. 0612. ഓക്കെ ഓക്കെ, പിക്ക്ഡ് ഓർഡർ കോഡ്. അപ്പോൾ രണ്ടാമത്തെ ഓർഡർ ഐശ്വര്യമായിട്ട് പിക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നേരെ പോകാൻ സ്ഥലം എന്ന് പറഞ്ഞത് പൂജപ്പുര. അവിടെ 2.9 കിലോമീറ്റർ ദൂരമുണ്ട്. കൊണ്ടുപോകുന്ന ഐറ്റം ചിക്കൻ ജമൈക്കാൻ ക്രഞ്ചി, പിന്നെ പാഷൻ ഫ്രൂട്ട് മൊയ്റ്റോ ആണ്. മൊഹിറ്റോ അല്ലേ? മൊജിറ്റോ ആണ്, മൊഹിറ്റോ ആണ്, മൊഹിറ്റോ ആണ്, കറക്റ്റായിട്ട് പറ. ഓരോരുത്തർ ഓരോ രീതിയിൽ പറയാണ്. ഞാൻ എന്തായാലും മൊജിറ്റോ എന്ന് പറയാം, മതിയല്ലോ. പുതിയൊരു പാട്ടിറങ്ങിയല്ലോ ധനുഷിൻ്റെ. ആ പാട്ടിൻ്റെ വരി ഒന്ന് കറക്റ്റായിട്ട് അറിഞ്ഞൂടാ. അപ്പോൾ വരി അറിയാൻ പാടി തുളച്ചിളകി. അപ്പോൾ മണി ഇപ്പോൾ കറക്റ്റ് 7:40 ആയിട്ടുണ്ട്. ഓക്കെ, എല്ലാം പറഞ്ഞല്ലോ, വേറൊന്നും പറയാനില്ലോ. ഓർഡർ എടുത്ത് കഴിഞ്ഞ് ഓർഡർ ഐറ്റം പറഞ്ഞ് സമയം പറഞ്ഞു, അത്ര തന്നെ. പിന്നെ ഇനിയും പറയാനുള്ള കുറേ ചളി കോമഡികൾ പാട്ടുകൾ, അത്ര തന്നെ. നമ്മളങ്ങനെ പൂജപ്പുര എത്തിയിട്ടുണ്ട്. ലൊക്കേഷൻ എത്താറായി. ഇവിടെ നിന്നൊരു 100 മീറ്റർ ദൂരമേ ഉള്ളൂ. ഇത് തന്നെ ഫ്ലാറ്റ് എന്നൊക്കെ പറഞ്ഞു. ആ, സൊമാറ്റോ ആണേ. ആ, എടുത്തിട്ടുണ്ട്. ശരി, ഓക്കെ, ശരി. ഓക്കെ, ഓർഡർ ഡെലിവേർഡ്. പോന്നാ. സെൽഫിയാ, ഇത് വേറെ. ചുമ്മാ ചോദിച്ചുകൊണ്ടിരിക്കുക ആവശ്യമില്ല. അത് എന്തിന് ചുമ്മാ ചോദിക്കണം? പെട്ടെന്ന് ഇട്. ഓക്കെ, സബ്മിറ്റ് സെൽഫി. അപ്പോൾ ഇപ്പോൾ കിട്ടിയ ഓർഡർ പേയ്മെൻറ്റ് 32.80 അപ്പോൾ നമ്മൾ നേരെ അടുത്ത പോകുന്ന സ്ഥലം പൂജപ്പുര മെയിൻ റോഡ്. അവിടെ പോയി നിൽക്കുക. ഇനി അവിടെ നിന്ന് പോകാൻ എനിക്ക് വയ്യ. ചുമ്മാ ഇവിടെ നിന്ന് ജഗതി വഴിയേക്കാട് പോയിട്ട് അവിടെ നിന്ന് ഓർഡർ അടിച്ച് ഇങ്ങോട്ട് പറഞ്ഞു. എത്ര ദേഷ്യം വരും. ഈ ജൂൺ ജൂലൈ ഭയങ്കര മോശം എന്ന് പറഞ്ഞത്. ഓഗസ്റ്റ് ആകുമ്പോൾ എല്ലാം ശരിയാവുന്നതാണ് നമ്മളെ ടീം ലീഡർ പറഞ്ഞിരിക്കുന്നത്. നോക്കാം, റെഡിയായി കൊള്ളായിരുന്നു. എല്ലാം ഒന്ന് മാറിക്കെട്ടി സന്തോഷം. ഓക്കെ, രണ്ടാമത്തെ ഓർഡർ അടിച്ചിട്ടുണ്ട്. സ്വീറ്റ് ട്രൂത്ത് കേക്ക് ആൻഡ് ഡിസൈഡ്സ്. എവിടെ അത്? പനവള ജംഗ്ഷൻ. ടിപ്പുണ്ട് 20 രൂപ. അപ്പോൾ നമ്മൾ നേരെ പോയിട്ട് ബേക്കറി ഐസിലാണ്. സ്വീറ്റ് ആൻഡ് ട്രൂത്ത്. ഇപ്പോൾ ഇവിടെ നിന്ന് 2-3 കിലോമീറ്റർ ദൂരം കാണുമായിരിക്കും. മണി ഇപ്പോൾ കറക്റ്റ് 7:55 ആയിട്ടുണ്ട്. സ്വപ്നം റിയൽ ആവണമെന്നുണ്ടെങ്കിൽ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് മുന്നോട്ട് പോവുക. നമ്മൾ ശബരിമല കയറാൻ നേരത്തെ നമ്മൾ താഴെ നിന്ന് കയറുമ്പോൾ തന്നെ ഏറ്റവും ടോപ്പിൽ അയ്യോ അത്രയും ദൂരം കയറാൻ നോക്കി കഴിഞ്ഞാൽ കയറാൻ പാടായിരിക്കും. അതിനേക്കാളും ആദ്യം ഒരു ചെറിയ കുന്ന് കയറുക, പിന്നെ അടുത്തൊരു മല കയറുക. അങ്ങനെ പതുക്കെ പതുക്കെ ആ ജേണി നല്ല എൻജോയ് ചെയ്ത് നമ്മൾ പോയി കഴിഞ്ഞാൽ നമ്മൾ നടക്കണത് അറിയില്ല, കഷ്ടപ്പാടും അറിയില്ല. അങ്ങനെ ട്രാവൽ ചെയ്ത് നമ്മൾ വിചാരിച്ച സ്ഥലത്ത് ലാസ്റ്റ് എത്തുകയും ചെയ്യും സൂപ്പറായിട്ട്. അതുകൊണ്ട് ഇരിക്കുന്ന ലൈഫിൽ നമുക്ക് കുറച്ചൊക്കെ നമ്മൾ ജോലി ചെയ്യണം, കഷ്ടപ്പെടണം. അതൊക്കെ വേണ്ടെന്ന് പറയില്ല. അതിനിടയ്ക്ക് ചെറിയ സന്തോഷങ്ങൾ കൊണ്ട് അതൊക്കെ എൻജോയ് ചെയ്യണം. അത് മറക്കാതെ എൻജോയ് ചെയ്യുക. ചെയ്താൽ മാത്രമേ ലൈഫ് നല്ലതായിക്കോളൂ. ഒരേപോലെ ജോലി മാത്രം ചെയ്തുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ ലൈഫ് ഫുൾ ബോറായി പോകും. ലാസ്റ്റ് തിരിഞ്ഞ് നോക്കുമ്പോൾ ഉണ്ട് നമ്മൾ ലൈഫിൽ എൻജോയ് ചെയ്ത മൂവ്മെൻറ്റ്സ് കുറവായിരിക്കും. ഓക്കെ, റെസ്റ്റോറൻറ്റ് എത്തി. ഇവിടെ കൊണ്ട് വണ്ടി വയ്ക്കാം, അവിടെ വയ്ക്കാം. റീച്ച് ലൊക്കേഷൻ റെഡിയായ ഇല്ല, 3 മിനിറ്റ് വെയിറ്റ് ചെയ്യാം. ആ, കാണാനുണ്ടോ? അടിപൊളി. ക്വാലിറ്റി വ്ളോഗ് അത് തന്നെ. ആ, കാണുന്നില്ലേ? ഓക്കെ ഓക്കെ, സൂപ്പർ. ഇവിടെ എനിക്ക് കൺഫ്യൂസ് ആവും. അതെ ഇവിടെ 7-8 പേരുണ്ട് ഇതേ റെസ്റ്റോറൻറ്റിൽ. ലഞ്ച് ബോക്സ്, ഫറോസ് എന്തുകൊണ്ടല്ലോ എന്തൊക്കെ ഉണ്ട്, കുറേ പേരുകൾ. അത് കാണാപ്പാടായി റെഡിയാവും. ഇത് റെഡി വന്നേ. ആ, ഓക്കെ, ശരി ഓടാ. ആ, എന്നാ ഓക്കെ, ഓർഡർ പിക്ക്ഡ്. അപ്പോൾ ഓക്കെ, നമ്മൾ പോകേണ്ട ലൊക്കേഷൻ പുഞ്ചക്കരിയാണ്. ഇവിടെ 7.9 കിലോമീറ്റർ ദൂരമുണ്ട്. കൊണ്ടുപോകുന്ന ഐറ്റം ചോക്ലേറ്റ് കേക്കാണ്, ഡച്ച് ചോക്ലേറ്റ് കേക്കാണ്. അപ്പോൾ വേറെ വിഷയമൊന്നുമില്ല, വേറെ ഒരു വിഷയമില്ല. വിഷയങ്ങളൊക്കെ ഉണ്ട്. വിഷയം ഉണ്ടെങ്കിൽ പോലും വിഷയമില്ലെന്ന് പറഞ്ഞ് മുന്നോട്ട് പോകണം, എങ്കിലേ ജീവിക്കാൻ പറ്റുള്ളൂ. കൂടുതൽ നമ്മൾ ആലോചിച്ച് ടെൻഷൻ ആവശ്യമില്ല. എല്ലാ കാര്യവും സോൾവ് ആവുന്ന കാര്യങ്ങൾ തന്നെ. മനുഷ്യ ജീവിതം ഒറ്റ ജീവിതമേ ഉള്ളൂ. ഇനി തിരിച്ച് കിട്ടാൻ പോകണമെന്നില്ല. അതുകൊണ്ട് ഇവിടെ നഷ്ടവും ലാഭമൊന്നും സംഭവമൊന്നും ഒന്നുമില്ല. അതൊക്കെ ചുമ്മയാണ്. ഒന്നും കൊണ്ടുവന്നില്ല, ഒന്നും കൊണ്ടുപോകാൻ പോകുന്നില്ല, അത്ര തന്നെ. അതുകൊണ്ട് ഇരിക്കുന്ന കാലം സന്തോഷമായിട്ട് ജീവിക്കുക. കടങ്ങളും കഷ്ടപ്പാട് എല്ലായിടത്തും ഉണ്ട്. അതൊക്കെ നമ്മൾ സോൾവ് ചെയ്ത് മുന്നോട്ട് പോകണം. അതൊക്കെ വരും. അത് വന്നില്ലെങ്കിൽ എന്തോന്ന് ലൈഫ് അല്ലേ? അതൊക്കെ ഉണ്ടെങ്കിൽ രസമുള്ളത്. കുറച്ച് പൈസ ബുദ്ധിമുട്ട് വരും. പെട്ടെന്ന് കുറച്ച് പൈസയൊക്കെ വരുമ്പോൾ എല്ലാം ശരിയാവും. അപ്പോഴാണ് ഹാപ്പിനെസ് ഉണ്ടാകുന്നത്. പൈസ ഉണ്ടാകുന്ന സമയത്ത് പൈസ ഉണ്ടായ ഹാപ്പിനെസ് ഉണ്ടാവില്ല. അതേ സമയത്ത് പൈസ ഇല്ലാത്ത സമയത്ത് പൈസ ഉണ്ടാകുമ്പോഴാണ് ഹാപ്പിനെസ് ഉണ്ടാകുന്നത്. അതുകൊണ്ട് ഇങ്ങനെയൊക്കെ പറഞ്ഞ് ലൈഫ് ജീവിക്കണം, അത്ര തന്നെ. വേറെ ഒന്നുമില്ല പറയാനായിട്ട്. അപ്പോൾ നമ്മളിപ്പോൾ നിൽക്കുന്ന സ്ഥലം അരിസ്റ്റോ ജംഗ്ഷനാണ്. ഇവിടെ നേരെ പോയി തമ്പാനൂർ, അവിടെ ലെഫ്റ്റ് പോയി കിള്ളിപ്പാലത്ത് നമ്മൾ നേരെ മണക്കാട് കയറുന്നു. മണക്കാട് വഴി നമ്മൾ കാലടി കയറി മരുതൂർ കടവ് പോയി അവിടെ നിന്ന് നമ്മൾ നേരെ പോകുന്ന സ്ഥലമാണ് പുഞ്ചക്കരി. ഓക്കെ, ഇതാണ് റൂട്ടും കാര്യങ്ങളൊക്കെ. അപ്പോൾ ലൈഫ് അടിച്ച് പൊളിക്കണം ഗായ്സ്. പറയാതെ ബോറായി പോകും. ഇപ്പോൾ ബാക്കിൽ നിന്ന് ആംബുലൻസ് വരെയാണ്. സൈഡ് കൊടുത്തേ പോട്ട്, വണ്ടി പോട്ട്. ഇപ്പോൾ എന്ത് ചെയ്യാം, നിൽക്കണോ പോകണോ? ആംബുലൻസ് കാണാനില്ല. പെട്ടെന്ന് വാ, ആംബുലൻസ് ഉണ്ടോ? പോട്ട് ബസ്സാണ് പറഞ്ഞത്. ആംബുലൻസ് ഇവിടെ
ഓഹോ അതാ പോണം. MK ചാമ്പേഴ്സ് ഭയങ്കര സ്പീഡാണല്ലോ. സ്പീഡ് ഇല്ല കേട്ടോ, സ്ലോവിൽ പോകണം. ഇങ്ങനെ പോയാൽ എങ്ങനെ ഓവർടേക്ക് ചെയ്യാൻ പറ്റും മറ്റുള്ളവരൊക്കെ? എണ്ണം കയറണം. ശരി കയറിക്കോ. അപ്പോൾ വണ്ടിയില്ല, കറി പോകാലോ. പെട്ടെന്ന് പോകണമെന്ന് വീട്ടുകാരൻ എന്ത് കാണിക്കണം? ക്രോസ് ചെയ്ത് നിൽക്കുകയല്ലേ. ഒരാൾ ക്രോസ് ചെയ്യുമ്പോൾ ഒന്ന് നിൽക്കണമെങ്കിൽ പെട്ടെന്ന് കയറി പോകണം. അതൊക്കെ ഉരുട്ടിക്കൊണ്ടിരിക്കുക, അത് ചെയ്യാൻ പാടില്ല. അങ്ങനെ പിന്നെ അടുത്ത ബാക്കിൽ വണ്ടി വന്നു കഴിഞ്ഞാൽ പിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല. പിന്നെ പിന്നെയും വെയിറ്റ് ചെയ്യണം അടുത്ത് ക്രോസ് ചെയ്യുമ്പോൾ. ഇതൊക്കെ കാണിക്കണത് എന്ത് മോശപ്പെട്ട പരിപാടി എന്ന് പറയുമ്പോൾ അല്ലേ. ചുമ്മാ ഒരു കോമഡി. ഓരോരുത്തരും ഓരോ സ്പീഡിൽ വണ്ടി ഓടിക്കാൻ എന്ത് ചെയ്യാൻ പറ്റും? കരുമത്തുനിന്ന് ലെഫ്റ്റ് പോകണം. ഇവിടെ നിന്ന് ലെഫ്റ്റ് പോയി നേരെ പോയാൽ പുഞ്ചക്കരിയാണ്. ഇവിടെ നിന്ന് 500 മീറ്റർ ദൂരം വെളുത്താറായി ലൊക്കേഷൻ. ഏകദേശം തൊണ്ടയൊക്കെ അടഞ്ഞു പോയിട്ടാ. ചെറിയൊരു പനി ഉണ്ടായിരുന്നു 3 ദിവസം മുമ്പായിട്ട്. പനി ചെറുതായിട്ട് മാറി. പിന്നെ ഇപ്പോൾ ചെറിയ മൂക്കടപ്പുണ്ട്, തൊണ്ട ലൈറ്റായിട്ടുണ്ട്. മാപ്പ് നോക്കിയാലോ, ഇതുവരെ കറക്റ്റ് ലൊക്കേഷൻ എനിക്കറിയാം. ഇവിടെ നിന്ന് കുറച്ച് ദൂരം പോയിട്ടൊരു ലെഫ്റ്റിലാണ് കാണിക്കുന്നത്. റീസെൻറ്റർ കൊടുത്തു കഴിഞ്ഞാൽ റീസെൻറ്റർ ആവുള്ളൂ. എന്ത് പ്രശ്നവും മനസ്സിലാവുള്ള. ഇവിടെ നേരെ പോകാൻ കാണിക്കുകയാണ്. എന്ത് കറങ്ങണം കിടന്നതിന് ആവശ്യമില്ലാതെ. നേരെ നില്ലേ മാപ്പേ. ഇവിടെ വെള്ളപ്പൊക്കമോ, ചെറിയ വെള്ളപ്പൊക്കം പോലെ. മഞ്ഞക്കിളിയുടെ മൂളിപ്പാട്ടുണ്ട് മനസ്സിനൊരു മഞ്ഞക്കിളിയുടെ മഞ്ഞക്കിളി മാത്രമേ അറിയുള്ളൂ സുധീഷിന്. ബാക്കി ഒന്നും അറിയണോ. ചുമ്മാ കിടന്ന് തള്ളി ഇവിടെ തന്നെ എന്തെങ്കിലുമൊക്കെ. നാണല്ലോടെ നിനക്കിങ്ങനെ പാടാൻ. എനിക്ക് നാണമൊക്കെ പോയി. എന്ന് വ്ളോഗ് ചെയ്യാൻ തുടങ്ങി അന്നോട് നാണം പോയി. ഇപ്പോഴൊക്കെ ഭയങ്കര ബോൾഡായിക്കൊണ്ടിരിക്കുകയാണ്. ആര് കളിയാക്കിയ എന്ത്, ആര് നെഗറ്റീവ് അടിച്ചാൽ നമുക്ക് എന്ത്, നമുക്ക് വേണ്ടത് നമ്മൾ ഉദ്ദേശിച്ച സ്ഥലത്ത് എത്തുക, അത്ര തന്നെ. ഓക്കെ, റീച്ച് ലൊക്കേഷൻ ഇത് തന്നെ ശ്രീവത്സം. അപ്പോൾ അങ്ങോട്ട് പോയി നോക്കാം. ഫ്രണ്ടിൽ പോയി. സൂപ്പർ ഏരിയ ഇവിടുത്തെ അല്ലേ. നല്ല കാം ആൻഡ് പീസ് ആയിരിക്കും. ഇവിടെ ഭയങ്കര ഇഷ്ടമാണ് ഈ ഏരിയയൊക്കെ. ഭാവിയിൽ ഒരു വീട് വാങ്ങി താമസിക്കണം ഈ ഏരിയ ഭാഗത്ത്. ആദർശല്ലേ? ആദർശ്. അപ്പോൾ നിങ്ങളാണത്? ഞാളെ മനസ്സിലായില്ല. ഞാൻ വിചാരിച്ച് കസ്റ്റമർ വിചാരിച്ച്. ഇത് നമ്മളെ കൂട്ടുകാരൻ തന്നെ, വേറെ ആരുമില്ല. ഇത് പേര് മറന്നു. ഇത് എന്ത് പോയില്ലെന്ന്. ഓക്കെ, ഹൗസ് നമ്പർ 27 എവിടെയാണ്? അറിവിടെ ഇതാ വീടല്ലേ? അടിപൊളി വീട്, പൊളിയാക്കണല്ലോ. ഓട്ടം കുഴപ്പമില്ല, അടിക്കണം എന്തൊക്കെയോ ഒരുമാതിരിയൊക്കെ കുറവിനാ. പോട്ടെന്നാ. അപ്പോൾ ലൈഫ് അടിച്ചു പൊളിക്കണം ഗൈസ്. കാണാന്നാ. ഓക്കെ എന്നാ, ശരി. അപ്പോൾ ലൊക്കേഷൻ ഇവിടെ അല്ലെന്നാണ് പറഞ്ഞത്. അപ്പോൾ വന്ന് തിരിച്ച് പോകണം. കരുമ ജംഗ്ഷനാണെന്ന് പറഞ്ഞത്. ഇതുവരെ വെറുതെ കാലിടിച്ചു വന്നല്ലോ. ഈ മാപ്പ് ലൊക്കേഷൻ ഇങ്ങനെ കാണിച്ച് എന്ത് ചെയ്യാൻ പറ്റും? എന്തിനാ അങ്ങനെ കഷ്ടപ്പെടുന്നത് മാപ്പേ? എന്തിനാ എന്നെ ഇങ്ങനെ വേദനിപ്പിക്കണേ? ഓക്കെ, ഇവിടെ ലൊക്കേഷൻ വരുന്നത് വീട്ടിനാറ് 27 എന്ന് പറഞ്ഞു. കരുമ ജംഗ്ഷനിൽ നിന്ന് ഇങ്ങോട്ട് പോകുന്നത്. ഇപ്പോൾ എല്ലാ പ്രാവശ്യവും പണിയാണ് മാപ്പ് കേട്ടോ. പണ്ടൊക്കെ ഇങ്ങനെ പണി തരാനൊന്നുമില്ല. ഓരോ പ്രാവശ്യം ജോലിക്ക് ഇറങ്ങുമ്പോഴും ഒരു ലൊക്കേഷൻ തിരിച്ച് കാണിക്കുകയാണ്. 28. ഓക്കെ, 28 അവിടെയാണ്. ഇവിടെ ആയിരുന്നല്ലേ മാപ്പ്. അവിടെ കാണിച്ചു ജംഗ്ഷൻ കഴിഞ്ഞ് അപ്പുറത്ത്. അത് മാറ്റിയാൽ മതി. ഡെലിവറി ലൊക്കേഷനേ ഇടയ്ക്കിടയ്ക്ക് മാറും ചിലപ്പോൾ. അതാണ് പ്രശ്നം. ഓക്കെ ശരി എന്നാൽ. ഓക്കെ, ഓർഡർ ഡെലിവർഡ്. ഓക്കെ, അപ്പോൾ പോന്നാ. അപ്പോൾ ഇപ്പോൾ കിട്ടിയ ഓർഡർ പേയ്മെൻറ്റ് 95 രൂപ 62 പൈസയാണ്. അപ്പോൾ ഇപ്പോഴത്തെ മെയിൻ ഇഷ്യൂ എന്ന് പറഞ്ഞാൽ മാപ്പല്ല, ഇത് ഓർഡർ ചെയ്ത ആളാണ്. അത് പുള്ളിക്കാരെ ഓർഡർ ചെയ്ത ലൊക്കേഷൻ അപ്പുറത്തായിരുന്നു. പുള്ളിയുടെ വീട് ഇവിടെയാണ്, മനസ്സിലായി. അപ്പോൾ അവിടെ നിന്ന് ഓർഡർ ചെയ്തിട്ട് ഇങ്ങോട്ട് വന്നിരിക്കുന്നു. അപ്പോൾ എവിടെ നിന്ന് ഓർഡർ ചെയ്ത് അവിടെ ലൊക്കേഷൻ കാണിക്കോളും മാപ്പിൽ. ഈ പുള്ളിക്കാരൻ ആരും ഓർഡർ കൊടുത്താണ്. അപ്പോൾ ആ പുള്ളിക്കാരൻ ഓർഡർ ചെയ്ത് അവിടെ നിന്ന് ഓർഡർ ചെയ്തിരിക്കുന്നത്. ഈ പുള്ളിക്കാരൻ ഇവിടെ അല്ലേ. അപ്പോൾ ആ പുള്ളിക്കാരൻ അവിടെ നിന്ന് ഓർഡർ ചെയ്താൽ ഈ പുള്ളിക്കാരൻ എങ്ങനെ കിട്ടും? അപ്പോൾ ഈ ഞാൻ എന്ന പുള്ളിക്കാരൻ എങ്ങോട്ട് പോകും? അപ്പോൾ ആ പാടെ പുള്ളി തെറ്റി കറങ്ങി പുള്ളിക്കാരൻ എവിടെയാ പോകും? ശരി, വാ നേരെ എങ്ങോട്ട് പോകാൻ. അപ്പോൾ നമ്മളിപ്പോൾ നിൽക്കുന്ന സ്ഥലം കരുമാണ്. ഇവിടെ നമ്മൾ നേരെ പോകുന്നത് മരുതൂർ കടവ്. അവിടെ നേരെ കൈമനത്ത് നിന്ന് കരമനെ പോയി നിന്ന് കഴിഞ്ഞാൽ അടുത്ത ഓർഡർ അടിച്ച് എങ്ങോട്ടെങ്കിലും പോകാൻ പറ്റുമായിരിക്കും എന്ന് വിശ്വസിക്കുന്നു. അടുത്ത ഓർഡർ ചെല്ലല്ലോ. നോട്ട് സൗണ്ട് കേട്ടല്ലോ. ബുസ്കാനൊക്കെ ചുമ്മാ സൗണ്ട് തോന്നിയായിരിക്കും. ഓക്കെ, അടുത്ത ഓർഡർ വെച്ചിട്ട് കുമാർ കഫയിൽ ഓർഡർ തന്നെ. അയ്യോട് നമ്മളാളെ പേരെന്താണ്? പ്രവീൺ കുമാറാ? വിഷ്ണു. ഓക്കെ, ഇപ്പോൾ ഡയലോഗ് പറഞ്ഞിട്ട് പോ. ലൈഫ് അടിച്ച് പൊളിയാൻ കായ്സ്. സൗണ്ട് ഇല്ല. സാറായാലും കഴിച്ചില്ലേ? ശരി ഓക്കെ, പോയിട്ടാ. ലൈഫ് അടിച്ച് പൊളിക്കണം. കാമോൺ കായ്സ്, കട്ടക്കി നിൽക്കണം. ഞാൻ പോട്ടെ. ഇന്ന് ആപ്പോടെ സീനായി പോയി. അടുത്ത ബ്ലോഗിൽ കാണിച്ചില്ല എന്താണെന്നുള്ളത്. അപ്പോൾ അടുത്ത ഓർഡർ അടിച്ചിട്ടുണ്ട്. കുമാർ കഫയിലാണ് പോകേണ്ടത്. ഇവിടുന്ന് 1 കിലോമീറ്റർ ദൂരമുണ്ട്. 10 രൂപ ടിപ്പ് ഉണ്ട്. സൂപ്പർ ടിപ്പ് കേട്ടല്ലോ, വലിയ കാര്യം. ഞാൻ അല്ലേ പറഞ്ഞത്, ഒരു 10 രൂപ ടിപ്പ് മതി. ഒരു 10 പേര് 100 രൂപ പെട്രോൾ പൈസയാവും. ഇത് ഇടയ്ക്കിടയ്ക്ക് പറയാനുണ്ട് കാര്യങ്ങളൊക്കെ. ഉള്ളവർ തന്നാൽ മതി, ഇല്ലാത്ത ആവശ്യമില്ല. താങ്ക്സ് പറഞ്ഞാൽ മതി. നമ്മൾ ഈ ജോലി ചെയ്യുന്ന സത്യം പറഞ്ഞാൽ വലിയ ലാഭമില്ല. നമ്മളെ സാഹചര്യം കാര്യങ്ങളൊക്കെ കാരണം നമ്മൾ വർക്ക് ചെയ്യുന്നു. എല്ലാം ഒരു ദിവസം മാറുന്ന പറഞ്ഞ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഓരോ ദിവസം പോകുന്നതോറും നമ്മൾ ആർക്ക് ദ്രോഹം ചെയ്യാതെ നമ്മുടെ ജോലി കറക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാം മാറും. അതൊരു മാജിക്കായിരിക്കും. അതുവരെ നമ്മൾ വെയിറ്റ് ചെയ്യണം. നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും വേണ്ടപ്പെട്ട കാര്യം ക്ഷമയാണ്. ഇവിടെ കുറേ പേർക്ക് വർക്കിൽ ഇറങ്ങി അവരുടെ തന്നെ ലാഭം കിട്ടണം, പെട്ടെന്ന് സെറ്റിൽ ആവണം. അത് നടക്കില്ല, ഒരിക്കലും നടക്കില്ല. അതുകൊണ്ട് ഏതൊരു ജോലിയും ശരി, ചെറിയ പ്രോഗ്രസ്സാണ് എപ്പോഴും നല്ലത്. അപ്പോൾ അങ്ങനെ പോയി കഴിഞ്ഞാൽ മാത്രമേ നമ്മളെ ബിൽഡിംഗ് സ്ട്രോങ് ആയിരിക്കുള്ളൂ. ബേസ്മെൻറ്റ് വരെ. അപ്പോൾ ബേസ്മെൻറ്റ് സ്ട്രോങ് ആയിരിക്കണം, ബിൽഡിംഗ് സ്ട്രോങ് ആയിരിക്കണം. 110
ഇപ്പോൾ വണ്ടിയുടെ ഗതി ഉണ്ടാ കാക്കതൂറി ആ പോടെ ചുണ്ണാൻ പഠിച്ചോലായിപ്പോയി. ഓക്കെ താങ്ക് യു. ഓക്കെ അപ്പോൾ പോന്ന പുതുപാതൈ നീയെ പോട്ട് തന്തായ്. നമ്മളങ്ങനെ കുമാർ കഫേ കിള്ളിപ്പാലത്തിലുണ്ട്. ഇവിടെ കൊണ്ട് വണ്ടി വെക്കാൻ ആപ്പാട് സീനാണല്ലോ ഇവിടെ. ഓ ഫുള്ളാണോ? ഹൗസ്ഫുള്ളാണോ? അതെ, ഇവിടെ ഗ്യാപ്പുണ്ട്, അവിടെ കൊണ്ട് വെച്ചാലോ. ഓക്കേമ്പാ റീച്ച് ലൊക്കേഷൻ. സെൽഫി ചോദിക്കണം, ചുമ്മാ ആവശ്യമില്ല. അത് എന്ത് കാണിക്കണം? ചുമ്മാ എടുക്കാൻ പറഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും? ഓക്കെ റെഡി ആയില്ല, 9 മിനിറ്റാണ് വെയിറ്റ് ചെയ്യാം. ഓക്കെ റെഡി ആയി ഫുഡ്, ബാ പോയി എടുക്കാം. കമോൺ കൊയ്ക്ക്. ഓക്കെ ഓർഡർ പിക്കഡ് പോന്നാ. അപ്പോൾ നമ്മൾ പോകേണ്ട ലൊക്കേഷൻ ഭീമാപ്പള്ളിയാണ്. ഇവിടുന്ന് 5.3 കിലോമീറ്റർ ദൂരമുണ്ട്. കൊണ്ടുപോകുന്ന ഐറ്റം ബീഫ് റോസ്റ്റ് ആണ്. മണി ഇപ്പോൾ കറക്റ്റ് 9 മണിയായിട്ടുണ്ട്. ഇവിടെ നിന്ന് ഇതുവഴി പോവാൻ നേരെ പോയാൽ ഭയങ്കര ബ്ലോക്കാണ്, കുണ്ടും കുഴിയും ഉണ്ട്, റോഡ് ശരിയായ നടൂടാ. അതുകൊണ്ട് നമുക്ക് വേറെ റൂട്ടുണ്ട്, അതുവഴി പിടിച്ചാലോ എന്ത് പറയുന്നത്, മണക്കാട് പോവാം. ഇങ്ങനെ കയറി ഇതുവഴി പോവാം. കുറച്ച് കറങ്ങിയാലും കുഴപ്പമില്ല, എനിക്ക് ആ റൂട്ട് വലിയ വിശ്വാസമില്ല. അപ്പോൾ ഇപ്പോൾ പോകുന്ന റൂട്ട് എന്ന് പറഞ്ഞാൽ പുത്തൻകോട്ട, അവിടെ നിന്ന് നേരെ മണക്കാട് വഴിയാണ് പോകുന്നത്. ഇനി ഇവിടുന്ന് ഒരു 1.5 കിലോമീറ്റർ ദൂരമുണ്ട്, നേരെ വിട്ടങ്ങ് പോയാൽ മതി, വേറെ വിഷയമൊന്നുമില്ല. ഇപ്പം നിങ്ങളുടെ സ്ഥലം മുട്ടത്തറയല്ലേ, വള്ളക്കടവ്. ഓക്കെ ഇനി ഇവിടുന്ന് ഒരു 1.5 കിലോമീറ്റർ ദൂരമുണ്ട്, നേരെ വിട്ടങ്ങ് പോയാൽ മതി, വേറെ വിഷയമൊന്നുമില്ല. ഇവിടുത്തെ അരി സൂപ്പറാണ്, നല്ല ഒരു എന്ത് പറയാം, ഒരു കാം ആൻഡ് പീസ്ഫുൾ ആയിരിക്കും. പിന്നെ ഇടയ്ക്കിടയ്ക്ക് എയറോപ്ലെയിൻ പറക്കണ സൗണ്ട് കേൾക്കാൻ പറ്റും. പിന്നെ കുറേ ചർച്ചുകൾ കാണാം, നല്ല രസമുണ്ട് കണ്ട് പോകാൻ. ഈ ജോലിക്ക് മെയിൻ ഗുണമെന്ന് പറയണത് ട്രാവലിംഗ് കിട്ടും, അതേസമയത്ത് ജോലിയാണ്, ശമ്പളമാണ്. എനിക്കിത് വ്ളോഗും കണ്ടൻറ്റും കിട്ടും. നമ്മളങ്ങനെ ഭീമാപ്പള്ളി ഇതിലുണ്ട്. ഇതാണ് ഭീമാപ്പള്ളിയിൽ ബാക്ക് ഗേറ്റ്. ഫ്രണ്ട് ഗേറ്റ് അപ്പുറത്ത് പോകണം. ഇവിടേക്ക് വന്നല്ലേ കാണണ്ടേ? ഇതാണ് ബാക്ക് ഗേറ്റ്. സൂപ്പർ, കണ്ടോ നല്ലപോലെ കണ്ടോ. അപ്പോൾ നമ്മൾ നേരാണ് പോകേണ്ടത്. റൈറ്റ് പോയിട്ട് പിന്നെ റൈറ്റാ, റൈറ്റ് നേരെ പോയാൽ മതി. സൂപ്പറായിരിക്കില്ല, അടിപൊളിയായിരുന്നു. ഇത് രസം ഇങ്ങോട്ട് വരുമ്പോൾ. ഇവിടുന്ന് ലെഫ്റ്റിലോട്ട്. ഓക്കെ ഇതാണ് ലൊക്കേഷൻ. ഇവിടെ ആരാണ് ഓർഡർ ചെയ്തത് ഫുഡ്? സൊമാറ്റോ ആണേ. ഞാൻ അവിടെ കടയുടെ നിൽക്കുകയാണ്, ഒരു ബേക്കറിയാ. ഓ അത് മുകളിലോട്ടാണോ? ഓക്കെ അതാ വരും ഇവിടെ തന്നെ. ശരി ഓക്കെ. ഹലോ, ഇതിന് മുകളിലാണോ? ഇവിടെയാണോ? ഓക്കെ ഇതാ ശരി എന്നാൽ. ഓക്കെ ഓർഡർ ഡെലിവേർഡ്. സംഭവം ഏരിയ കാണുമ്പോൾ തമിഴ്നാട് പോലെ ബുക്ക് കണ്ടോ, അവിടെ ഇങ്ങനെ ഇരിക്കുള്ളൂ. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങോട്ട് ഓർഡർ വെച്ചാൽ കൊള്ളായിരുന്നു. ഓക്കെ പോന്നാ. അപ്പോൾ ഇപ്പോൾ കിട്ടിയ ഓർഡർ പേയ്മെൻറ്റ് 86 രൂപ 80 പൈസയാണ്. ഇപ്പോൾ നമ്മൾ നേരെ വന്ന വഴി തിരിച്ച് പോകാം, നേരെ മണക്കാട് പോകാം. മണി ഇപ്പോൾ കറക്റ്റ് 9 ആവാറായി, 9:20 അപ്പോൾ നമ്മളിപ്പോൾ നിൽക്കുന്ന സ്ഥലം മണക്കാടാണ്. ഇപ്പോൾ സൊമാറ്റോ ആപ്പ് ഓഫ്ലൈൻ ആയിട്ടുണ്ട്, മണി 10:10 ആയിട്ടുണ്ട്. ലാസ്റ്റ് ഒരു 10-15 മിനിറ്റ് വെയിറ്റ് ചെയ്ത് ഓർഡർ അടിച്ചൊന്നുമില്ല. ഇപ്പോൾ മൊത്തം കിട്ടിയ പേയ്മെൻറ്റ് പറയേണ്ടത് എത്രയാണെന്നുള്ളത്. ഇന്ന് മൊത്തം കിട്ടിയത് 4 ഓർഡറാണ്, 4 മണിക്കൂർ വർക്ക് ചെയ്തിട്ടുണ്ട്. മൊത്തം കിട്ടിയ പേയ്മെൻറ്റ് 252 രൂപ 63 പൈസ. ഇതിൻ്റെ അകത്ത് 65 രൂപ ടിപ്പുണ്ട്, കസ്റ്റമർ ടിപ്പ്. മൊത്തം ഓഡിയോ കിലോമീറ്റർ എന്ന് പറയുന്നത് 50 കിലോമീറ്റർ ഓടിക്കണം, അത്ര തന്നെ. ഇൻസെൻറ്റീവ് അടിച്ച് കൊള്ളായിരുന്നു, ഇൻസെൻറ്റീവ് അടിച്ചില്ല. ലാസ്റ്റ് ഒരു ഓർഡർ അടിക്കാത്തതുകൊണ്ട് പിന്നെ ശരി പറഞ്ഞിട്ട് കാര്യമില്ല, പോവാം. ശരി പോന്നാ. പക്ഷേ എന്ത് ഓർഡർ അടിക്കുന്നത് ലാസ്റ്റ് ഓർഡർ നമ്മളിവിടെ നിൽക്കാൻ പാടില്ലായിരുന്നു, അങ്ങോട്ടേക്ക് മൂവ് ആവണമായിരുന്നു. ഓർഡർ കുറവല്ലേ, സാറിന് എപ്പോഴും ഇൻസെൻറ്റ് അടിച്ചിട്ട് പോകും. ശരി ഇപ്പോൾ അങ്ങോട്ട് പോകാം, നേരെ പൂജപ്പുര പോവാം, വീട്ടിലോട്ട് പോവാം. വാ കമോൺ ഗൈസ്, കട്ടക്ക് നിൽക്കണം, വാ എന്ത് കഷ്ടം വന്നാലും നഷ്ടം വന്നാലും ഈ ഒരു മാസം ഇങ്ങനെ ആയിക്കോളും, എന്ത് ചെയ്യാൻ പറ്റും, പന്ന മാസം. ഓക്കെ നമ്മളിവിടെ എത്താറായിട്ടുണ്ട്. അപ്പം ആട്ടോ അത് തെറ്റിയാ, പട്ടീൻ്റെ ശല്യം. പട്ടി വന്നിട്ട് ആട്ടക്കകത്ത് ഒരു കിടക്കുകയാണ്, ഭയങ്കര ശല്യമാണ്. അപ്പോൾ നമുക്ക് വണ്ടി കയറ്റാൻ പറ്റുമോ? കുഴപ്പമൊന്നുമില്ലല്ലോ, ഒരു കുഴപ്പമില്ല. ഈ സൈഡ് കയറി പിന്നെ ഇങ്ങനെ വളഞ്ഞ് കയറിയാൽ മതി, വേറെ വിഷയമൊന്നുമില്ല. ഓക്കെ തന്നെ. വണ്ടിയുടെ കളറുണ്ട്, കംപ്ലീറ്റ് ആയിട്ട് വെള്ള കളറൊക്കെയാണ്. ഒരു ബിൽഡിങ്ങിൽ പെയിൻറ്റ് അടിക്കുമ്പോൾ അതിൻ്റെ സൈഡിൽ വണ്ടി എടുത്ത് എങ്ങനെയൊക്കെയും അതുപോലെയൊക്കെയാണ്, കംപ്ലീറ്റ് വെള്ളമുള്ള നിൽക്കുന്നത്. ഓക്കെ നമ്മൾ ഇവിടുത്തെ കഴിഞ്ഞുകൊണ്ട് മണി കാലത്ത് 11 പണിയായിട്ടുണ്ട്. അപ്പോൾ കാപ്പി കുടിക്കാൻ പോവുകയാണ്. കാപ്പി കുടിക്കാം. ഇന്നത്തെ കാപ്പി എന്ന് പറഞ്ഞത് ദോശ, മീൻകറി, പിന്നെ മുളകായ്പൊടി, ഇഡലിപ്പൊടി ചമ്മന്തിപ്പൊടി എന്താ വന്നു. എണ്ണ ഒഴിച്ച് വെച്ചിട്ടുണ്ട്, നല്ല വരവട്ടെ, ഇതിൽ എണ്ണ പിടിക്കുള്ളൂ മുളക് പൊടി. അപ്പോൾ കഴിക്കാം. ആദ്യം ഒരു പീസ് ദോശ എടുക്കുക, എന്നിട്ട് മീൻ കറിയിൽ ഇങ്ങനെ മുക്കിയിട്ട് ഒരു നെത്തോലി മീൻ കഷ്ണം എടുക്കുക, ചുരുട്ടി വച്ചിട്ട് വാഹ എന്തൊരു ടേസ്റ്റ്. ആരും കൊതി വിടല്, എനിക്ക് വയറുവേദന വരും. ചുമ്മാ ഫൺ. ഇപ്പോഴത്തെ കാപ്പി ദോശയും ഇതൊക്കെ തന്നെ ഇത് കഴിച്ചിട്ട് കുറച്ച് എഡിറ്റ് ചെയ്യാനുണ്ട്, വീഡിയോസൊക്കെ എഡിറ്റ് ചെയ്യണം. അത് കഴിഞ്ഞ് ഉറങ്ങിയിട്ട് നാളെ പഴയ പോലെ ജോലിക്ക് പോകണം. അതല്ല ആവശ്യം ഉറങ്ങിയിട്ടുണ്ട്, നാളെ സ്കൂളിൽ പോകണം. നമുക്ക് നേരത്തെ ഉറങ്ങി. അപ്പോൾ ഈ മാസം ലാസ്റ്റ് ട്രിപ്പുണ്ട്, എനിക്ക് അടുത്ത മാസം വീഡിയോ വരുമ്പോൾ. ആ ട്രിപ്പ് എന്ന് പറയുന്നത് ഫാമിലി വ്ളോഗ്. ഞാൻ, വാണി, അമ്മ, അപ്പ, വൈശു എല്ലാം ചേർന്ന് കാറിൽ പോവുകയാണ്. അപ്പോൾ ഫാമിലി വ്ളോഗ് കാണുന്ന ആൾക്കാർക്ക് ഒരു ട്രീറ്റ് ഉണ്ട് സൂപ്പറായിട്ട്. പോകുന്ന സ്ഥലം പുതുമയ സ്ഥലമൊന്നുമില്ല, അവിടെ പോയ സ്ഥലം തന്നെ, എന്നാൽ വൈബ്, ഫാമിലി വൈബ് അല്ലേ? അത്ര
അപ്പോൾ എൻ്റെ ഫെസ്റ്റിവൽ ഫെസ്റ്റിവൽ ആ ഒരു കോവൽ ഉത്സവമാണ്. അല്ല അപ്പം പറയാം, ഇപ്പോഴേ പറഞ്ഞ ശരിയാവില്ല, ആ സമയമാകുമ്പോൾ പറയാം. ഓക്കെ, അപ്പോൾ ജീവിതത്തിൽ എന്ത് കഷ്ടം വന്നാലും നഷ്ടം വന്നാലും ഓരോ നിമിഷവും ലൈഫ് അടിച്ച് പൊളിക്കണം. കാരണം ഒറ്റ ലൈഫേ ഉള്ളൂ. അതുകൊണ്ട് ആലോചിച്ചോണം, ലൈഫ് മാക്സിമം അടിച്ച് പൊളിക്കാൻ നോക്കുക. അത്ര അല്ലേ, ലൈഫ് അടിച്ച് പൊളിക്കണം ഗൈസ്. കമോൺ ഗൈസ്, കട്ടൊക്കെ നിൽക്കണം.